തുടങ്ങണ്ടേ? നമസ്കാരം. പറ. അപ്പൊ ഇവിടെ വന്ന് ബസ് നോക്കിയപ്പം ബസ്സില്ല, ബസ് പോയി. അണങ്ങിയിരിക്കോ നിങ്ങള്? ചിപ്പിക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. ഒന്ന് പറയാനോ? ഇട്ട് വൈ. ഹലോ ഗൈസ്, ഗുഡ് ആൻഡ് ടാക്ക്. നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ സമയം 6 മണി, രാവിലെ 6 മണിയായി. ആക്ച്വലി നമ്മൾ ഇന്ന് വേറൊരു സ്ഥലത്ത് ഒരു കാസിൽ കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയാണ് ഇരുന്നത്. അപ്പോൾ ഇന്നലെ നൈറ്റാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ കാസിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് റിസർവ് ചെയ്യണമായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഇന്നലെ നൈറ്റാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷൻ അങ്ങ് വിളിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഗൈസ്, നമ്മളിപ്പം ഹബ്ബാനഫിലാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇപ്പം ടൈം ഒരു 7:30 ആയിട്ടുണ്ട്. ഒരു 7:59 ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് ടുട്സിങ് ഉണ്ട് ട്രെയിന്. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ബെയിൽഹെയിം എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഗാർമിഷിലോട്ട് പോകുന്നത്. രാവിലെ 6 മണിക്ക് ഇറങ്ങിയോണ്ട് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പം നമ്മൾ ഹബ്ബാനഫിൽ ഇറങ്ങിയപ്പം അവിടുത്തെ യോർമയിൽ കയറി എന്തെങ്കിലും പിസ്സ അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റം മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിസ്സ മേടിച്ച് നമ്മൾ നേരെ ടുട്സിങ് ട്രെയിൻ കയറാൻ വേണ്ടിയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൻ്റെ അകത്ത് കയറി. ഇനി സീറ്റ് പിടിക്കാൻ വേണ്ടിയുള്ളൊരു ഓട്ടമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്ന് ചെന്നപ്പോൾ ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടി. ഞങ്ങൾക്ക് 3 പേർക്കും ഇരിക്കാൻ പാകത്തിന് ഒരു സീറ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇനിയും നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നും ഫോട്ടോ എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ ഹബ്ബാനഫിലാണ്. ഹബ്ബാനഫിൽ നിന്ന് നമുക്ക് ടുട്സിങ് ഉണ്ട്. ടുട്സിങ് കയറി നമ്മൾ ടുട്സിങ് പോയി ഇറങ്ങിയിട്ട് അവിടെ നമുക്ക് ബസ് എടുത്ത് പോകണം ബെയിൽഹെയിം എന്ന് പറയുന്നൊരു പ്ലേസിലോട്ട്. അവിടെ നിന്നാണ് നമുക്ക് ഗാർമിഷ് പോകാനായിട്ടുള്ള ട്രെയിൻ ഉള്ളത്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ നീണ്ട ഒരു കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ് ഗൈസ്. നമ്മളിന്ന് പോകുന്നത് ഗാർമിഷ് പാർട്ടൻകിഷനിലോട്ടാണ്. നമ്മുടെ ജർമ്മനിയിലെ ബവേറിയ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് ഉണ്ട് നമ്മുടെ ജർമ്മനിയിൽ. അവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ ഗാർമിഷ് പാർട്ടൻകിഷൻ. ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ളൊരു പ്ലേസാണിത്. നമ്മുടെ ജർമ്മനിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ സുക്പിറ്റ്സി എന്ന് പറയുന്ന പർവ്വത നിരകളൊക്കെ അവിടെയാണ് ഉള്ളത്. അതേപോലെ എൻ്റെ ലാൻഡ് ലോർഡ് ആൾ ജർമ്മനി ജനിച്ച് വളർന്ന ഒരാളാണ്. അപ്പോൾ ആൾ വിസിറ്റ് ചെയ്യാത്ത ഒരു പ്ലേസും നമ്മുടെ ജർമ്മനിയിലില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ആൾ പറയാറുണ്ട് സ്റ്റേൺബർഗ് സീ അങ്ങനെയുള്ള പ്ലേസൊക്കെ നല്ലതാണെന്ന് ആൾ എപ്പോഴും പറയാറുണ്ട്. അപ്പം സ്റ്റേൺബർഗ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ടുട്സിങ് ട്രെയിൻ കയറി ടുട്സിങ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിറങ്ങി. ഇനി നമ്മൾ വെയിൽഹെയിമിലോട്ടാണ് പോകുന്നത്. അപ്പം വെയിൽഹെയിമിലോട്ട് പോകാനായിട്ട് നമുക്ക് ബസ് അവിടെ ഉണ്ടായിരുന്നു. 2 സൈഡിലായിട്ട് ഇങ്ങനെ ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു നമുക്ക് ബസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. ദെൻ ഫൈനലി നമ്മൾ ബസ് ഏതാണെന്ന് കണ്ടുപിടിച്ചു. നമ്മൾ ബസ്സിനകത്ത് കയറി. ഒരുപാട് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു മെയിൻ സ്പോട്ടാണ് ഈ ഗാർമിഷ് പാർട്ടൻകിഷൻ എന്ന് പറയുന്നത്. ഈ ആൽസ് പർവ്വതനിരകളാൽ നിറഞ്ഞ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത്. അതേപോലെ അവിടെ വേറെ ഒരു ഗാർമിഷ് പാട്ന എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ഭിത്തികൾക്കിടയിലൂടെ ഒരു റിവർ പോകുന്നത്. അത് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആളുകൾ അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നത്. പോണ വഴിക്ക് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരുന്നു ഏത് പോർഷൻ ആണ് വീഡിയോ എടുക്കേണ്ടതെന്ന്. അത്രയ്ക്ക് ഭംഗിയായിരുന്നു ബസ്സിൽ ഇരിക്കാൻ നേരത്ത് കാണുന്ന ഓരോ സ്പോട്ടും അത്രയ്ക്ക് ഭംഗിയായിരുന്നു. നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലായിരിക്കുന്ന ടൈമിൽ നമ്മൾ കലണ്ടറിനകത്തൊക്കെ കാണുന്ന പോലെ ഉള്ള ഭയങ്കര മനോഹരമായിട്ടുള്ള പ്ലേസ് ആയിരുന്നു. അതേപോലെ പോണ വഴിക്ക് ഇതേപോലെ റാപ്സോൾ ഫീൽഡ് ഉണ്ടായിരുന്നു. മഞ്ഞപ്പൂക്കളാൽ നിറഞ്ഞ വലിയൊരു ഗാർഡൻ പോലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം സ്കൈയും ഈ യെല്ലോ കളറിലെ ഫ്ലവേഴ്സും കൂടി നല്ലൊരു കോംബോ ആയിരുന്നു അത്. ഇനി നിങ്ങൾ ജർമ്മനിയിലൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 38 യൂറോയുടെ മന്ത്ലി ടിക്കറ്റ് കിട്ടും, ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ്. ആ ടിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് ഡോയ്ച്ച്ലാൻഡ് ഫുള്ള് കവർ ചെയ്യാം. അങ്ങനെ നമ്മൾ വെയിൽഹെയിം വന്നിരിക്കുകയാണ് ബസ്സൊക്കെ എടുത്ത്. ഇനി നമുക്ക് ഇവിടുന്ന് ഗാർമിഷ് പോകാനായിട്ടുള്ള ട്രെയിൻ ഉണ്ട്. അപ്പോൾ ആ ട്രെയിൻ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ നടന്നു പോകുന്നത്.
മ്യൂൺഷൻ ഹോപ്പാനോഫിൽ നിന്നും ഡയറക്റ്റ് ഗാർമിഷ് പോകാനായിട്ടുള്ള ട്രെയിൻ ഉണ്ട്. ബട്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ടും അതേപോലെ നേരത്തെ മേ ബി എല്ലാം ക്ലോസ് ആക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തിരിച്ചു വരുമ്പോഴാണെങ്കിലും ട്രെയിൻ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ടും നമ്മൾ നേരത്തെ കണക്ഷൻ എടുത്ത് പോകാമെന്ന് വിചാരിച്ചതാണ്. നമ്മുടെ ട്രെയിൻ അവിടെ ഓൾറെഡി വന്ന് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. ഇനി നമ്മൾ ഗാർമിഷിലോട്ടാണ് പോകുന്നത് ഡയറക്റ്റ്. അപ്പം പുറത്തോട്ടുള്ള കാഴ്ച നല്ല ഭംഗിയായിരുന്നു. നമ്മൾ ഓരോ പ്ലേസും കവർ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് ആൽപ്സ് പർവ്വതനിരകൾ ഇങ്ങനെ അടുത്ത് കാണുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. നമ്മുടെ പണ്ട് നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ പാഠപുസ്തകത്തിലൊക്കെ പഠിച്ച ആ കേട്ട് പരിചയമുള്ള ആൽപ്സ് പർവ്വതനിരകൾ നേരിട്ട് കാണാൻ വേണ്ടിയുള്ളൊരു യാത്രയാണിത്. ഗൈസ്, എനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അറിയിക്കാനാകുന്നതിനപ്പുറം വല്ലാത്തൊരു ഹാപ്പിനെസ് ആയിരുന്നു എനിക്ക് ഈ ഒരു ട്രിപ്പ് നൽകിയത്. ഇപ്പോൾ ജർമ്മനിയിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ബാക്കി ഒരു സ്ഥലത്ത് പോയില്ലെങ്കിലും ഈ ഒരു പ്ലേസ് ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. കാരണം നിങ്ങൾ ഒരിക്കലും ഈ ഒരു പ്ലേസിൽ പോയി എന്നോർത്ത് നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരത്തില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗാർമിഷിലാണ്, ഗാർമിഷ് പാറ്റാക്ലാം. അത് ജർമ്മനിയുടെ ഈസ്റ്റ് പോർഷനാണ്. ഇവിടെ നമുക്ക് ഒരുപാട് പ്ലേസസ് ഉണ്ട് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബസ് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് പാട്നാക്ലാമിലോട്ടാണ് പോകുന്നത്. അവിടെ കല്ലുകൊണ്ടുള്ള ഭിത്തികൾക്കിടയിലൂടെ ഒരു റിവർ പോകുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. പിന്നെ സുപ്പിറ്റ്സി എന്ന് പറയുന്ന ഒരു പ്ലേസ് ഉണ്ട്. അതാണ് ജർമ്മനിയുടെ ഏറ്റവും ടോപ്പസ്റ്റ് പോർഷനാണ്. സോ ദെൻ നമ്മൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്യും, നമ്മുടെ ക്ലൈമറ്റൊക്കെ ഓക്കെ ആണെങ്കിൽ. സോ നമുക്ക് ഫസ്റ്റ് പാട്നാക്ലാമിലോട്ട് പോയിട്ട് വരാം. ഇവിടെ നമ്മൾ പാട്നാക്ലാമിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പം ഇവിടെ വന്ന് നമ്മൾ ബസ് എടുത്ത് വേണമായിരുന്നു പോകാനായിട്ട്. ഇവിടെ വന്നപ്പം ബസ് പോയി. അപ്പോൾ ഇനി നമ്മൾ 1 hour വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളിപ്പം വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ ബർഗർ കിങ്ങിലൊക്കെ കയറി ഫുഡൊക്കെ മേടിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ബസ് വന്നു. നമ്മൾ ബസ്സിൽ കയറിയിരുന്ന് നമ്മളിപ്പം പോകുന്നത് ഗാർമിഷ് പാട്നാക്ലാമിലോട്ടാണ്. എനിക്കിത് കാണുമ്പം ഒരു സിനിമ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ഇക്രുവിൻ്റെ വീട് എവിടെയാ? അങ്ങ് ദൂരെ എന്ന് പറയത്തില്ലേ? അതേപോലെ അങ്ങ് ദൂരെ നിങ്ങൾ കാണുന്ന ആ വലിയ മല ഫോക്കസ് ചെയ്താണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഒറിജിനാലിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങൾ എൻ്റെ കൂടെ വരുന്നു എന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും തന്നെ റിമൂവ് ചെയ്തിട്ടില്ല. ബസ്സിൽ കയറി ഒരു 10 മിനിറ്റ് മതിയായിരുന്നു പാട്നാക്ലാം എത്താനായിട്ട്. അങ്ങനെ നമ്മൾ ഫൈനലി പാട്നാക്ലാം വന്നിറങ്ങി. നമ്മൾ ബസ് ഇറങ്ങി റോഡിൽ നിന്നും മെയിൻ എൻട്രൻസിലോട്ട് കയറുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേബിൾ കാറൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഞങ്ങൾക്ക് എന്താണെങ്കിലും കേബിൾ കാറിൽ കയറാനായിട്ടുള്ള പ്ലാനില്ലായിരുന്നു. എങ്കിലും നമ്മൾ ടിക്കറ്റിനൊക്കെ റേറ്റൊക്കെ എത്രയാകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ പോയി ക്യൂ നിന്നു. അപ്പം അവിടെ ഒരു വലിയ മാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ റൂട്ട് വഴി നമുക്ക് പോകാം, എന്തൊക്കെ കാര്യങ്ങളാണെന്നൊക്കെ ഉള്ള ഒരു വലിയൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ കേബിൾ കാർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പ്രൈസ് എത്രയാവും, മുതിർന്ന ആളുകൾക്ക് എത്ര രൂപയാവും, അതേപോലെ കൊച്ചു കുട്ടികൾക്ക് കിൻഡറിന് എത്ര രൂപയാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയൊരു ബോർഡുണ്ട്. ഇതാണ് നമ്മുടെ കേബിൾ കാറിൻ്റെ സ്റ്റാർട്ടിങ് പോർഷൻ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് അടുത്ത് ഇതേപോലെ കാണുന്നത്. അപ്പം ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ആളുകളായിട്ട് മുകളിലേക്ക് പോകും. അപ്പം മുകളിൽ പോയിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുന്ന കേബിൾ കാറാണ് ഇപ്പം കാണുന്നത്. അതേപോലെ നടന്ന് കാഴ്ചകൾ കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഇവിടെ കേബിൾ കാർ ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്താൽ കേബിൾ കാർ യൂസ് ചെയ്ത് നമുക്ക് ആ ഫുൾ ഏരിയ നമുക്ക് കവർ ചെയ്ത് കാണാൻ പറ്റും.
ഗൈസ് നമ്മൾ പാറ്റ്നഗ്ലാമിൽ വന്നിറങ്ങി. നമ്മൾ ഇനിയും റിവർ ഇരിക്കുന്ന ആ പോർഷനിലോട്ട് പോവാണ്. റിവറിൻ്റെ സൈഡിലോട്ട് പോവാണ്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാനായിട്ട്. ഗൈസ് ഞങ്ങൾ ഇവിടെ കേബിൾ കാറൊക്കെ ഉണ്ട് കേട്ടോ. കേബിൾ കാറൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3 പേരുണ്ട്. 3 പേർക്ക് 78 യൂറോ എന്ന് പറഞ്ഞു. അപ്പം തൽക്കാലം ഞങ്ങളത് കയറുന്നില്ല എന്ന് വിചാരിച്ചു. ഞങ്ങളത് കയറിയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ മിസ്സാകും. അതുകൊണ്ട് ഞങ്ങൾ കേബിൾ കാർ അങ്ങ് മാറ്റി വെച്ചു. റിവർ കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. ഈസ്റ്റർ ഡേ ആണ്. അപ്പോൾ ഇന്ന് കടകളൊന്നും തുറക്കില്ല, ഷോപ്സൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത്. ബട്ട് ഓൾമോസ്റ്റ് എല്ലാ ഷോപ്സും തന്നെ ഓപ്പൺ ആണ്. ഞങ്ങൾ ആ റിവറിൽ ഇറങ്ങി കേട്ടോ. വലിയ വെള്ളമൊന്നുമില്ല, ബട്ട് നല്ല രസമുണ്ടായിരുന്നു. ഗൈസ് ഒരുപാട് പേര് നടന്നു പോകുന്നുണ്ട്. നമ്മുടെ റിവർ അങ്ങോട്ടാന്ന് തോന്നുന്നു എല്ലാവരും നടന്നു പോകുന്നേ. ഗൈസ് ഞാനും ചിപ്പിയും കൂടി നമ്മുടെ റിവർ ലക്ഷ്യം വെച്ച് പോവുകയാണ്. കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം 1 കിലോമീറ്റർ കൂടുതലായി. ഇപ്പോൾ എത്തും എന്ന് നോക്കാൻ തുടങ്ങിയിട്ട് കുറേ മണിക്കൂറുകളായി. ഇപ്പോൾ എത്തുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങനെ നടന്ന് നമ്മുടെ മെയിൻ സ്പോട്ടിലെത്തി. ഇനി അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. 10 യൂറോയാണ് ഒരാളുടെ ടിക്കറ്റിന്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്. ക്യാഷ് കൊടുത്ത് നമുക്ക് ടിക്കറ്റ് എടുക്കാം, അല്ലാതെ കാർഡ് യൂസ് ചെയ്യേണ്ടവർക്ക് കാർഡ് യൂസ് ചെയ്ത് പേയ്മെൻറ്റ് നടത്താനായിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. പോണ വഴിക്ക് ഇതേപോലെ കല്ലിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എന്തൊക്കെയോ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു സംഭവമാണത്. നടന്നു പോണ വഴിയിൽ ഇതേപോലെ ലെഫ്റ്റ് സൈഡിലായിട്ടും റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് മേടിക്കാനായിട്ട്. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. ഇവിടുന്ന് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തായിരുന്നല്ലോ. അപ്പോൾ ആ ടിക്കറ്റ് ഇവിടെ QR കോഡ് സ്കാൻ ചെയ്താൽ മാത്രമേ അത് ഓപ്പൺ ആകത്തുള്ളൂ. ആ ഡോർ ഓപ്പൺ ആകുമ്പോൾ അതുവഴിയാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്.
ഈ ഗാർമിഷ് പാർട്ടൻകിർchen, അതായത് നമ്മളിപ്പം വന്ന് നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ജർമ്മനിയിലെ 2 നഗരങ്ങളായ ഗാർമിഷും പാർട്ടൻകിർchen, അങ്ങനെ 2 നഗരങ്ങൾ ഒന്നിച്ച് ചേർന്ന് 1935, അതായത് നമ്മുടെ ഹിറ്റ്ലറിൻ്റെ നാസി ഭരണകാലത്ത് രൂപാന്തരപ്പെട്ട ഒരു സ്ഥലമാണിത്. ഹിറ്റ്ലറിൻ്റെ കാലത്ത് തന്നെ, അതായത് ഏകദേശം 1936 ഒരു വിൻ്റർ ഒളിമ്പിക്സ് ഇവിടെ നടന്നു. ആ വിൻ്റർ ഒളിമ്പിക്സോട് കൂടി നമ്മുടെ ഗാർമിഷ് പാർട്ടൻകിർchen എന്ന് പറയുന്ന ഈ സ്ഥലം അന്തർദേശീയ തലത്തിൽ വളരെയധികം പ്രസിദ്ധി നേടിയ ഒരു സ്ഥലം കൂടിയാണ്. ഏകദേശം 10,000-20,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന ആൽപ്സ് പർവ്വതനിരകൾ ഫുള്ള് ഗ്ലേസിയേഴ്സ് അഥവാ ഹിമാനികളാൽ നിറഞ്ഞതായിരുന്നു. ദെൻ കാലക്രമേണ ഈ ഹിമാനികൾ വലിയ സമ്മർദ്ദത്തിൽ താഴോട്ട് പതിക്കുകയും അതേപോലെ അവിടെയുള്ള കല്ലുകളും പാറകളും ഒക്കെ പൊടിഞ്ഞ് അതിന് ഇറോഷൻ സംഭവിക്കുകയും ദെൻ ഈ ഈ ഈ കല്ലുകളും പാറകളും എല്ലാം ഈ പാട്ന-ക്ലാം എന്ന് പറയുന്ന ഈ നദിയിലൂടെ ഒഴുകി അങ്ങനെ കാലക്രമേണ ഈ പാറകൾക്കൊക്കെ ഇറോഷൻ സംഭവിച്ച് രൂപാന്തരപ്പെട്ടതാണ് ഈ കാണുന്ന വലിയ ഗുഹ. ഇത് പ്രകൃതിദത്തമായിട്ട് തന്നെ ഉണ്ടായ ഒരു ഗുഹയാണ്. ദെൻ 1901 ഇവിടുത്തെ ഗവൺമെൻറ് ഈ പ്ലേസ് വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു. ട്രെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഏതൊക്കെയോ വലിയ മലകളൊക്കെ കയറി. ഗൈസ്, ഞങ്ങൾ ആ വലിയ ഗുഹയ്ക്കകത്ത്, ആ റിവർ കാണാൻ വേണ്ടി ആ വലിയ ഗുഹയ്ക്കകത്ത് ഞങ്ങൾ കയറിയായിരുന്നു. എല്ലാം കണ്ട് ഇറങ്ങി വന്ന വേറൊരു സൈഡിലായിരുന്നു, ഗുഹയുടെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് വലിയൊരു മലയുടെ മുകളിൽ കയറി. അപ്പം ആ മല കയറി ഇറങ്ങുന്നത് താഴേക്കാണെന്നാണ് ഞങ്ങൾ വിചാരിച്ച് കയറിയത്. ബട്ട് ആ മലയുടെ ഏറ്റവും ടോപ്പിൽ ചെന്ന് ഒരുമാതിരി കൈലാസത്തിൽ ചെന്ന ഒരവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. അവിടുന്ന് ഞങ്ങൾ പകച്ചു പോയി. ഞങ്ങളങ്ങനെ എങ്ങനെയൊക്കെയോ താഴെ എത്തി. ഇപ്പം നമ്മൾ ബസ് കയറി നമ്മൾ വന്ന റൂട്ടിലോട്ട് തന്നെ പോവാണ്. നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. സോ ഞങ്ങൾ സുക്പിറ്റ്സിയും കൂടി കാണാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഇറങ്ങിയത്. ബട്ട് അത് നടന്നില്ല. പഠനക്ലാം തന്നെ അത്യാവശ്യം നന്നായിട്ട് നടക്കാനുണ്ടായിരുന്നു. എല്ലാം കണ്ട് ഇറങ്ങിയപ്പം ടൈം പോയി. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.